ഹായ് കൂഡേഴ്സ്, നോട്ട് ജെഎസ് ക്രാഷ് കോഴ്സിൻ്റെ ഡേ 3 സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക്സ് ആണ് കോർ മൊഡ്യൂൾസ് എന്താണെന്ന് പറയും, അതിൻ്റെ ഡെഫിനേഷൻ പറയും, പിന്നെ അതെങ്ങനെയാണ് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഒരു സെർവർ ക്രിയേറ്റ് ചെയ്യും. HTTP വെച്ചിട്ട് ഒരു കോർ മൊഡ്യൂളാണ്, അത് വെച്ചിട്ട് നമ്മളൊരു സെർവർ ക്രിയേറ്റ് ചെയ്യും. ഇത് പ്രോബ്ലി ഒരു പ്രൊജക്ട് ബേസ്ഡ് എക്സ്പ്ലനേഷൻ ആയിരിക്കും. സോ വിത്തൗട്ട് ഫർദർലി നമുക്ക് കോർ മൊഡ്യൂൾസ് എന്താണെന്ന് നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ കോർ മൊഡ്യൂൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നോട്ട് ജെഎസിലെ ബിൽഡിൻ മൊഡ്യൂൾ, റെഡിമെയ്ഡ് ആയിട്ട് കിട്ടുന്ന മൊഡ്യൂൾസ് ആണ് നമ്മുടെ കോർ മൊഡ്യൂൾസ് എന്ന് പറയാം. ഇതിന് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. എന്തൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ്, ഓരോ മൊഡ്യൂളിൻ്റെ ഫീച്ചേഴ്സ്? ഒരുപാട് കോർ മൊഡ്യൂൾസ് ഉണ്ട് നോട്ട് ജെഎസിൽ. ഓരോ വേർഷൻ വരുന്നതിന്, പുതിയ പുതിയ നോട്ട് ജെഎസിൻ്റെ വേർഷൻ വരുന്നതിന് മൊഡ്യൂൾസ് കൂടുകയും അതിന് മോഡിഫൈ ഒക്കെ ആക്കുന്ന ചെയ്യും. സോ ഒരു നിശ്ചിത എണ്ണം എന്ന് പറയാൻ ഉണ്ടാവില്ല ഈ കോർ മൊഡ്യൂൾസ്. സോ നമുക്ക് ഈ API ബിൽഡിങ്ങിനും നമ്മുടെ കോഴ്സിനും നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫിൽ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാനും വേണ്ടിയിട്ട് ആവശ്യമുള്ള കുറച്ച് മൊഡ്യൂൾസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ ആണ് ഫയൽ സിസ്റ്റം. ഇത് ജസ്റ്റ് പേര് തന്നെ ഉണ്ട്, ഫയൽ സിസ്റ്റം. ഫയൽ സിസ്റ്റം എന്തിനാണ്? അത് വെച്ചിട്ട് നമുക്ക് ഫയൽസ് റീഡ് ചെയ്യാനും ക്രിയേറ്റ് ചെയ്യാനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. ഈ ഫയൽസിൻ്റെ എന്നുള്ള ഫയൽ സിസ്റ്റം എന്ന് വെച്ചാൽ ഒരു മൊഡ്യൂളാണ്. ഈ മൊഡ്യൂൾ വെച്ചിട്ട് നമുക്ക് ഏത് എക്സ്റ്റൻഷനിലുള്ള ഫയലും, ലൈക്ക് ഇമേജ് ഫയൽ ആയിക്കോട്ടെ, ടെക്സ്റ്റ് ഫയൽ ആയിക്കോട്ടെ, JS ഫയൽ ആയിക്കോട്ടെ, ഏത് ഫയലിലും നമുക്ക് ഓപ്പറേഷൻ നടത്താൻ പറ്റും. അത് റീഡ് ചെയ്യാനും അത് റൈറ്റ് ചെയ്യാനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഇത് മനസ്സിലാക്കി വെച്ചാൽ മതി. അടുത്ത സ്ലൈഡിൽ വരാൻ പോകുന്ന ഇതിൽ നമ്മൾ കോഡ് ചെയ്തിട്ട് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പഠിക്കും. ഓക്കെ, അതൊരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് കേട്ട് പേടിക്കേണ്ട ആവശ്യമുള്ള, ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഫയൽ സിസ്റ്റം വെച്ചിട്ട് നമ്മൾ ഫയൽസ് റീഡ് ചെയ്യും, റൈറ്റ് ചെയ്യും, ബാക്കി കാര്യങ്ങൾ ചെയ്യും. അതേപോലെ അടുത്ത മൊഡ്യൂളാണ് OS മൊഡ്യൂൾ. ഇത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. OS എന്ന് വെച്ചാൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, പേര് തന്നെ ഉണ്ട്. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന മൊഡ്യൂൾ. പ്രൊവൈഡ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം റിലേറ്റഡ് യൂട്ടിലിറ്റി മെത്തേഡ്സ് ആൻഡ് പ്രോപ്പർട്ടീസ്. അതായത് ഫെച്ചിങ് സിസ്റ്റം ഇൻഫോർമേഷൻ ലൈക്ക് മെമ്മറി, CPU, ഇതിൻ്റെ ഡീറ്റെയിൽസ്, OSൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടുന്ന ഒരു മൊഡ്യൂളാണ് OS മൊഡ്യൂൾ. ഇത് യൂസ് ചെയ്തിട്ട് കറണ്ട് ഏത് OS ആണ് യൂസ് ചെയ്യുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഫെച്ച് ചെയ്തെടുക്കാൻ പറ്റും. അതിൻ്റെ എക്സാമ്പിൾ ഇവിടെയുണ്ട്. ഇതൊക്കെ നമ്മൾ വരുന്ന ഇതിൽ പറയും, ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. പിന്നെ പാത്ത് ഇതേപോലെ തന്നെ വായിച്ച് മനസ്സിലാക്കുക. ഓക്കെ, നമുക്ക് കറണ്ട് പാത്ത് വെച്ചിട്ട് പാത്തിനെ ജോയിൻ ചെയ്യാനും നോർമലൈസ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യും പാത്ത് മൊഡ്യൂൾ. പിന്നെ HTTP മൊഡ്യൂൾ, ഇത് വെച്ച് നമ്മൾ സെർവർ ബിൽഡ് ചെയ്യും. ഓക്കെ, റെസ്പോൺസും റിക്വസ്റ്റും ഒക്കെ സെറ്റ് ആക്കുന്നുണ്ട്. ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഈ സ്ലൈഡിൽ ജസ്റ്റ് പോസ് ചെയ്തിട്ട് ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കി വെക്കുക. അതേപോലെ ഇവൻറ്റ്സ് ഉണ്ട്, സ്ട്രീംസ് ഉണ്ട്, സ്ക്രിപ്റ്റ് ഉണ്ട്, URL, ഇതൊക്കെ ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കി സെറ്റാക്കി വെക്കുക. ഓക്കെ, സിമ്പിളാണ്, സീനൊന്നുമില്ല. ഇവൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ, സ്ട്രീം ഡാറ്റ ഫ്ലോന മീൻസ് ഡാറ്റ വരുമ്പോൾ അതിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് സ്ട്രീം എന്നുള്ള മൊഡ്യൂൾ. പിന്നെ ക്രിപ്റ്റോ എന്നുള്ള മൊഡ്യൂളുണ്ട്, പിന്നെ URL മൊഡ്യൂളുണ്ട്. ഇത്രയേ ഉള്ളൂ, മീൻസ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൊഡ്യൂൾസ്. ഇനി നമുക്ക് FS മൊഡ്യൂൾസും OS മൊഡ്യൂൾസും പാത്ത് മൊഡ്യൂൾസും പിന്നെ HTTP മൊഡ്യൂൾസും ഒക്കെ ഇങ്ങനെ കോഡ് ചെയ്ത് ചെയ്യാൻ നോക്കാം. സോ വിത്തൗട്ട് ഫർദർലി ലെറ്റ്സ് കോഡ് ഗൈസ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് FS മൊഡ്യൂളിൻ്റെ ഓപ്പറേഷൻസ് ആണ്. അതിനു മുന്നേ എന്തിനാണ് ഈ FS മൊഡ്യൂൾ പഠിക്കുന്നതെന്ന് പറഞ്ഞുതരാം. നമ്മൾ നോർമലി നമ്മുടെ വെബ്സൈറ്റിൽ ലോഡ് ചെയ്യുന്ന ടൈമിൽ വെബ്സൈറ്റിൻ്റെ കണ്ടൻസ് ഷോ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സെർവറിൽ നിന്ന് ഡാറ്റ എടുത്തിട്ട് വരിക. സെർവർ പോയി സെർവറിൽ ഒരൊറ്റ ഫയലിലായിരിക്കും ഡാറ്റാബേസിൽ നിന്ന് ഡാറ്റ എടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ഒരൊറ്റ ഫയലിലായിരിക്കും ചെയ്തിട്ടുണ്ടാകും. ബാക്കിയുള്ള മൊഡ്യൂൾസ് ഒക്കെ ഇമ്പോർട്ട് ചെയ്തത് ഒരൊറ്റ സിംഗിൾ ഫയലായിരിക്കും. സെർവറിൽ നിന്ന് ഡാറ്റ ഫസ്റ്റ് പോയിന്റ് ഇരിക്കുന്നതും ഒരൊറ്റ ഫയലിലായിരിക്കും. ഈ ഒരു ഫയലിൽ നമ്മൾ ഡാറ്റാബേസ് കണക്ഷൻ ചെയ്തിരിക്കുന്നത് വേറൊരു ഫയലിലാണ്. അപ്പോൾ ആ ഫയലിൽ റീഡ് ചെയ്തിട്ട് ഡാറ്റാബേസിൽ നിന്നും ഡാറ്റ എടുത്ത് കാണിക്കണം. അപ്പോൾ നമുക്ക് ഈ ഒരു FS മൊഡ്യൂൾ എന്നുള്ള ഈ സംഭവം യൂസേജ് ഉണ്ട്. ഓക്കെ, ജസ്റ്റ് ഒരു എക്സാമ്പിൾ യൂസേജ് പറഞ്ഞാണ്, മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഓക്കെ, മറ്റൊരു ഫയലിൽ നിന്നുള്ള സംഭവങ്ങൾ ഡാറ്റാസ് റീഡ് ചെയ്തിട്ട് അതിന് കണക്കായിട്ട് ഫങ്ഷൻസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ FS മൊഡ്യൂൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? അത് ഇമ്പോർട്ട് ചെയ്യണം. എവിടെ നിന്ന് ഇമ്പോർട്ട് ചെയ്യണം കാണിച്ചതാണ്. കോൺസ്റ്റ് ഒരു വേരിയബിളിൽ FS എന്ന് പേര് കൊടുക്കുക. നോർമലി നമ്മൾ ഗ്ലോബൽ ഒബ്ജക്റ്റ് യൂസ് ചെയ്യാം. റിക്വയർ എന്ന് കൊടുക്കുക. അതിനുശേഷം FS. ഓക്കെ, സിംപ്ലി ഇങ്ങനെയാണ് നമ്മുടെ ഒരു FS മൊഡ്യൂളിനെ നമുക്ക് ആവശ്യമുള്ള ജാവാസ്ക്രിപ്റ്റ് ഫയലിലേക്ക് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത്. നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കൊരു ഫയൽ റീഡ് ചെയ്യണം. എങ്ങനെ റീഡ് ചെയ്യും? നോർമലി ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു കോളനും കൂടി ഇട്ട് കൊടുക്കാൻ സീനില്ല. അതൊരു നോർമലി ഉള്ള ഒരു ഇതാണ്, കോളൻ ഇട്ട് കൊടുക്കാൻ നല്ലതാണ്. ഓക്കെ, സോ ഇനി അടുത്തത് നമുക്കൊരു
ഫയൽ റീഡ് ചെയ്യണം. അതിനുവേണ്ടി നമ്മളൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. നോർമലി FS മോഡുകൾ വെച്ചിട്ട് ടെക്സ്റ്റ്, HTML, ഇമേജ്, വീഡിയോ ഫയൽസ് എല്ലാം റീഡ് ചെയ്യാൻ പറ്റും. നമ്മളിവിടെ ജസ്റ്റ് ഒരു ടെക്സ്റ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്താലോ? എന്താ പറഞ്ഞു കൊടുക്കുക, സാമ്പിൾ .txt ഫയൽ. ഓക്കെ, ജസ്റ്റ് നമ്മളിപ്പോൾ sample.txt ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ദിസ് ഈസ് അവർ ഫസ്റ്റ് ഫയൽ. ഓക്കെ, സേവ് ചെയ്തിട്ടുണ്ട്. index.jsലേക്ക് വരിക. ഇനി ഈ ഒരു ഫയൽ, ഈ ഒരു കണ്ടന്റ് നമുക്ക് റീഡ് ചെയ്യണം. ഈ ഒരു FS മോഡുകൾ വെച്ചിട്ട് എങ്ങനെ റീഡ് ചെയ്യും? അതിനുവേണ്ടി ഞാൻ ചെയ്യാൻ പോകുന്നത് സിൻടാക്സ് ആണ്. ശ്രദ്ധിച്ച് കേൾക്കുക. FS എന്ന് എഴുതുക, ഡോട്ട് അടിയുക. റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു FS മൊഡ്യൂളിൽ തന്നെ ഇൻഡയറക്റ്റായിട്ട് എഴുതി വെച്ച ഒരു സംഭവമുണ്ട്. FS ഡോട്ട് ഈ റീഡ് ഫയൽ എടുക്കുക. ഓക്കെ, ഒരു പാരന്തസിസ് ഓപ്പൺ ചെയ്യാം. അതിനുശേഷം നമുക്ക് എന്താണ് റീഡ് ചെയ്യേണ്ടത് അതിൻ്റെ പാത്ത് കൊടുക്കുക. നമുക്ക് റീഡ് ചെയ്യേണ്ട ഫയൽ sample.txt ഫയലാണ്. പിന്നെ ഒരു കൊമയിടുക. ഓക്കെ, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, TXT ഫയൽ, HTML ഫയൽ, JS ഫയൽ, ഹ്യൂമൻ റീഡബിൾ ആയുള്ള ഫയൽസ് നമ്മൾ റീഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു കോഡ് ഉണ്ട്, UTF-8 എന്ന് പറയും. UTF-8 പാസ് ചെയ്യണം. അതെന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പേര് യൂണിഫോം ട്രാൻസ്ഫോർമേഷൻ ഫോർമാറ്റ് 8-bit. ഈ ഒരു ഹ്യൂമൻ റീഡബിൾ ആയുള്ള ടെക്സ്റ്റും JS ഫയൽസും ഒക്കെ റീഡ് ചെയ്യണമെങ്കിൽ ഈ ഒരു സംഭവത്തിൻ്റെ ആവശ്യമുണ്ട്. ഓക്കെ, അതിന് കൊടുത്ത ശേഷം ഇനി ചെയ്യേണ്ടത് ഒരു എറർ ഫംഗ്ഷൻ, നമ്മുടെ നോർമലി ചെയ്യുന്ന ഒരു എറർ ഫംഗ്ഷൻ. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞില്ലേ? ഓക്കെ, സിമ്പിൾ. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ സിൻടാക്സ്. മനസ്സിലായോ? ഓക്കെ, ഇത് കഴിഞ്ഞ് ഇനി നമ്മൾക്ക് വേണ്ടത് FS മൊഡ്യൂളിനോട് പറഞ്ഞു റീഡ് ഫയൽ ചെയ്യാൻ. ഏത് ഫയലാണ് റീഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു, അതിൻ്റെ ഫോർമാറ്റും കൊടുത്തു. ഇനി നമുക്ക് ഈ റീഡ് ചെയ്ത ഫയലിനെ ആ കണ്ടൻസിനെ എടുക്കണമല്ലോ. അതിന് നമ്മൾ 2 ആർഗ്യുമെന്റ് ഇവിടെ പാസ് ചെയ്യും. ഒന്നാമത്തെ ആർഗ്യുമെന്റ് ആ റീഡ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായിരുന്നെങ്കിൽ അത് കാണിക്കാൻ എറർ ഡാറ്റ എന്നുള്ള ആർഗ്യുമെന്റ്. നിങ്ങൾക്ക് ഇവിടെ ഫസ്റ്റത്തെ ഇതിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം, രണ്ടിനും ഇഷ്ടമുള്ള പേര് കൊടുക്കാം. പക്ഷെ ഫസ്റ്റ് വരുന്നത് എപ്പോഴും എറർ ആയിരിക്കും, രണ്ടാമത് വരുന്നത് എപ്പോഴും ഡാറ്റ ആയിരിക്കും. ഡാറ്റ അല്ലെങ്കിൽ അതിലെ ഫയൽ കണ്ടന്റ്. ഓക്കെ, ഇങ്ങനെയാണ് ഇതിൻ്റെ സ്ട്രക്ചർ. ഫസ്റ്റ് കൊടുക്കുന്നത് എറർ ഡാറ്റ ആയിരിക്കും വരുന്നത്. ഇതിനകത്ത് സാധനങ്ങളൊന്നും ഇല്ലെങ്കിൽ എറർ ഡാറ്റ അടിയും. ഇതിൽ ഐറ്റംസോ അതിൻ്റെ കണ്ടന്റ് ഉണ്ടെങ്കിൽ അത് ഈ ഫയൽ കണ്ടന്റിലായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. ഇനി നമ്മൾ ഒരു കണ്ടീഷൻ എഴുതാം. ഇഫ് നോർമൽ എറർ ഡാറ്റ ഉണ്ടെങ്കിൽ കൺസോൾ എറർ ഡാറ്റ എറർ ഉണ്ടെങ്കിൽ, അല്ലാത്ത കേസിൽ എൽസ്, എറർ ഡാറ്റ ഇല്ലാത്ത കേസിൽ ഫയൽ കണ്ടന്റ് കാണിക്കാം. ആ ഒരു കോഡ് ചെയ്ത ഫയൽ കണ്ടന്റ് ഉണ്ട്. ഓക്കെ, റീഡ് ഫയലിൻ്റെ ഇതാണ് സിൻടാക്സ്. നമ്മൾ എഴുതിയത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കൺട്രോൾ ചെയ്യാൻ അമർത്തുക. പോട്ടെ വരാത്ത വന്നു. ഇനി നമ്മൾ റൺ ചെയ്യാൻ എന്താ യൂസ് ചെയ്യുന്നത്? നോഡ് index.js. അപ്പോൾ ഇതെന്താണ് റൺ ചെയ്താൽ ഔട്ട്പുട്ട് കിട്ടാൻ ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്തേ. നമ്മൾ FS യൂസ് ചെയ്തിട്ട് ഫയൽ റീഡ് ചെയ്യുന്നു. TXT ഫോർമാറ്റ് ഇതിലെ ഈ ഒരു സംഭവമാണ് നമ്മൾ റീഡ് ചെയ്യേണ്ടത്. അത് റീഡ് ചെയ്തിട്ട് റീഡ് ചെയ്യുന്ന ഫോർമാറ്റ് UTF-8. ടെക്സ്റ്റിൻ്റെയും HTML-നും JS ഫയൽ മാത്രമേ ഉള്ളൂ. മറ്റുള്ള ഇമേജിനും വീഡിയോസിനും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊന്നും ഇതിൻ്റെ ആവശ്യമില്ല. എറർ ഡാറ്റ ഉണ്ടെങ്കിൽ എറർ ഡാറ്റ കാണിക്കും. ഫയൽ കണ്ടന്റ് എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് ഉണ്ടെങ്കിൽ അത് ഷോ ചെയ്യിക്കണം. ഓക്കെ, റൺ ചെയ്ത് നോക്കാം. ദിസ് ഈസ് അവർ ഫസ്റ്റ് ഫയൽ കണ്ടന്റ് ഉണ്ട്. ഓക്കെ, സെറ്റ്. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ സാധനം. മനസ്സിലായിട്ടില്ല? ഒന്നും കൂടി കാണുക, മനസ്സിലാവും. സീനൊന്നുമില്ല. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫയൽ റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരു എക്സ്ട്രാ ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് കണ്ടൻസ് ഇടാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നമുക്ക് ഇതന്നെ എടുത്ത് കോപ്പി എടുത്ത്
ഓക്കെ, ഈ റീഡ് ഫയലിന് പകരം നമ്മൾ റൈറ്റ് ഫയൽ എന്ന് കൊടുക്കുക. പിന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ട പുതിയൊരു ടെക്സ്റ്റ് ഫയൽ, ഇതിപ്പോൾ നമ്മൾ മാനുവലി ക്രിയേറ്റ് ചെയ്തതാണ്. ഈ ഒരു സംഭവം ഉപയോഗിച്ചിട്ട് മാനുവലി ക്രിയേറ്റ് ചെയ്യേണ്ട സാമ്പിൾ സെക്കൻഡ് രണ്ടാമത്തെ. ഓക്കെ, രണ്ടാമത്തത് ഓട്ടോമാറ്റിക്കായിട്ട് fs.write ഫയൽ ഉപയോഗിച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാം. പിന്നെ ഇവിടെ കൊടുക്കേണ്ടത് അതിൻ്റെ കണ്ടന്റ്, പുതിയ കണ്ടന്റ്. ഓക്കെ, പുതിയ കണ്ടന്റ് നമ്മൾ പാസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇവിടെ നമുക്ക് ഈ ഫയൽ കണ്ടന്റ് നമ്മൾ റൈറ്റ് ചെയ്യുകയാണല്ലോ, അപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഇതിന് പകരം നമുക്ക് ഫയൽ കണ്ടന്റ് പുതിയത് ആഡഡ്, ഓക്കെ, ഇതിൻ്റെ ആവശ്യമില്ല. ഓക്കെ ഓക്കെ, ജസ്റ്റ് ഇനി നമ്മൾ റൺ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഈ fs മൊഡ്യൂള് റൈറ്റ് ഫയൽ എന്നുള്ള ഈ ഒരു ഫങ്ഷനാലിറ്റി യൂസ് ചെയ്തിട്ട് ഈ ഒരു പുതിയൊരു ടെക്സ്റ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ നമ്മുടെ ഈ ഒരു നമ്മൾ ആഡ് ചെയ്ത ഈ ഒരു പുതിയ കണ്ടന്റ് ആഡ് ചെയ്യും. എന്തെങ്കിലും എറർ അടിച്ചാൽ കൺസോളിൽ എറർ കാണിക്കും, ഇല്ലെങ്കിൽ ഫയൽ കണ്ടന്റ് പുതിയത് ആഡ് എന്നിട്ടുള്ള ലോഗ് കാണിക്കും, പ്രിന്റ് ചെയ്യും. ഫയൽ കണ്ടന്റ് പുതിയത് ആഡഡ്. ഓക്കെ, പുതിയൊരു ടെക്സ്റ്റ് ഫയൽ വന്നിട്ടുണ്ട്, പുതിയ കണ്ടന്റ് വന്നിട്ടുണ്ട്. സിമ്പിൾ, സെറ്റില്ല. ഓക്കെ, ഇത് നമുക്ക് കമൻറ്റ് ചെയ്യാം, ഇതിൻ്റെ ആവശ്യമില്ല. ഇതും കമൻറ്റ് ചെയ്യാം. റൈറ്റ് ഫയൽ ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നിങ്ങൾ ഓൾറെഡി ഉള്ള ഈ സാമ്പിൾ ഡോട്ട് ടെക്സ്റ്റിൽ തന്നെ ഒന്ന് ആഡ് ചെയ്ത് നോക്കിയാൽ എന്താ വരുന്നത് നോക്കിയാൽ. ഓക്കെ, ഇനി ഡിലീറ്റ് ചെയ്യുന്നത്, ഒരു ഫയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഇനി നമുക്കത് ഡിലീറ്റ് ചെയ്യണം. അതിനു വേണ്ടി യൂസ് ചെയ്യുന്നതാണ് fs അൺലിങ്ക് എന്ന് പറഞ്ഞൊരു സംഭവം, ആ ഒരു ഫീച്ചർ. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതന്നെ റൈറ്റ് ഫയലിൽ എടുക്കാം. ഓക്കെ, എടുക്കുക, അൺകമൻറ്റ് ചെയ്യാൻ സെലക്ട് ചെയ്യുക, Ctrl// ഇവിടെ അൺലിങ്ക്. ഓക്കെ, ഇനി അൺലിങ്ക് ചെയ്യുന്ന ഡിലീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ പേര് മാത്രം പാസ് ചെയ്താൽ മതി, ഈ ഒരു സംഭവം വേണ്ട, എടുത്ത് മാറ്റുക. പിന്നെ ലോഗിൽ ഫയൽ ഡിലീറ്റഡ്, സിമ്പിൾ. ഇനി ഇത് റൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു ഫയൽ ഡിലീറ്റ് ആയി പോവും. ഡിലീറ്റായി. ഓക്കെ, ഡിലീറ്റ് ആയി പോയി, സിമ്പിൾ. നെക്സ്റ്റ് നമുക്കൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. അതിനുവേണ്ടി യൂസ് ചെയ്യുന്നതാണ് mkdir, മേക്ക് ഡയറക്ടറി എന്ന് പറയും. ജസ്റ്റ് ഇതന്നെ കോപ്പി ചെയ്യാം, ഇതൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്ത് വെച്ച് കേട്ടോ, ആവശ്യമില്ല. ഇത് കമൻറ്റ് ചെയ്യാണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എറർ അടിക്കുവേ, എന്തെങ്കിലും എററായിട്ട് മെസ്സേജ് കാണിക്കും, ബട്ട് നമ്മളെ താഴത്തെ സംഭവം ഉണ്ടാവും. ക്രിയേറ്റ് ഫോൾഡർ ചെയ്യാൻ വേണ്ടിയിട്ട് mkdir, മേക്ക് ഡയറക്ടറി അടിക്കുക, ആ ഒരു ഫോൾഡറിൻ്റെ പേര് കൊടുക്കുക. രണ്ടാമത് ഇവിടെ കൊടുക്കേണ്ടത് എപ്പോഴും കൊടുക്കേണ്ട പാത്താണ് ന്യൂ ഫോൾഡർ. ഓക്കെ, എറർ ഡാറ്റ ഉണ്ടെങ്കിൽ എറർ ഡാറ്റ കാണിക്കുക, ഇല്ലെങ്കിൽ നമ്മൾ ഫയൽ ഫോൾഡർ ക്രിയേറ്റഡ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് കാണിക്കുക, ക്രിയേറ്റഡ്, സിമ്പിൾ. fs മേക്ക് ഡയറക്ടറി എന്നുള്ള കീവേഡ്, ആ ഒരു ഫീച്ചർ ഉപയോഗിച്ചിട്ട് നമ്മൾ ആ ഒരു ഫോൾഡറിൻ്റെ പേര് കൊടുത്ത് എറർ ഡാറ്റ ഉണ്ടെങ്കിൽ എറർ ഡാറ്റ കാണിച്ചു, അല്ലെങ്കിൽ ഫോൾഡർ ക്രിയേറ്റഡ്, സിമ്പിൾ. റൺ ചെയ്യാം, ഫോൾഡർ ക്രിയേറ്റഡ്, ഇവിടെ ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, സിമ്പിൾ. ഇത്രയേ ഉള്ളൂ നമ്മുടെ fs മൊഡ്യൂൾസ്. ബാക്കിയുള്ള അപ്പൻഡ് എന്നുള്ള ഒരു ഫങ്ഷനാലിറ്റി ഉണ്ട്, അത് നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് പഠിക്കുക, സെറ്റ് ആവും, ചെയ്യാനൊന്നുമില്ല. ഇനി നമുക്ക് അടുത്ത പഠിക്കാൻ പോകുന്നത് നമുക്ക് OS മൊഡ്യൂളിനെ കുറിച്ച് പഠിക്കാം. എന്താണ് ഈ OS മൊഡ്യൂൾ? ജസ്റ്റ് ഒന്ന് ക്ലിയർ ഔട്ട് ചെയ്ത് തരാം. എന്താണ് OS മൊഡ്യൂൾ? OS എന്നുള്ള പേര് തന്നെ ഉണ്ട്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം മൊഡ്യൂൾസ്. ഓക്കെ, ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഓക്കെ, ഒരുപാട് സംഭവങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, ഇതൊക്കെ എന്തിനാണ് യൂസ് ചെയ്യുന്നതും കൂടി ഞാൻ പറഞ്ഞിട്ടേ പഠിപ്പിക്കാൻ താല്പര്യപ്പെടുന്നുള്ളൂ. ജസ്റ്റ് ഓൾറെഡി ഉള്ളതൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്യാം, ഒരാവശ്യമില്ല. ഓക്കെ, OS മൊഡ്യൂൾസ് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേസിക്കലി നമ്മൾ സെർവറിൽ ഓരോ ഫങ്ഷനാലിറ്റി റൺ ചെയ്യുന്ന സമയത്ത് നിങ്ങളിപ്പോൾ യൂസർ യൂസ് ചെയ്യുന്നത് ഉബുണ്ടു ആവാം, ലിനക്സ് ആവാം, അല്ലെങ്കിൽ വിൻഡോസ് ആവാം, ഈ ഓരോ പ്ലാറ്റ്ഫോമിന് വേണ്ടിയിട്ടും ഓരോ ഫങ്ഷനാലിറ്റി കൊടുക്കണം. മീൻസ് ഫ്രണ്ട് എൻഡിലേക്ക് ഓരോ അതിനനുസരിച്ച് ഫങ്ഷനാലിറ്റി കൊടുത്തിട്ട് റെസ്പോൺസ് അതിനനുസരിച്ച് ആൾട്ടർ ചെയ്യണം. അതിനുവേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഈ OS മൊഡ്യൂൾസ്. OS മൊഡ്യൂൾസ് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കത് ഇമ്പോർട്ട് ചെയ്യണം. അതിനായിട്ട് നമുക്ക് const OS = require OS എന്ന് പറഞ്ഞിട്ട് നമുക്കതിനെ ഇമ്പോർട്ട് ചെയ്യാം. ഇനി ഇതിൻ്റെ യൂസേജ് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ജസ്റ്റ് ഞാൻ ലോഗ് ഇട്ട് തരാം, os.type
ഓക്കെ, ഇനി ഒരു പാരന്തസിസും കൂടി ഇട്ട് കൊടുക്കണം. ജസ്റ്റ് ടൈപ്പ് കിട്ടും. അതുപോലെ 3 ഫങ്ഷനാലിറ്റി ഞാൻ പറഞ്ഞുതരാം. രണ്ടാമത്തത് പ്ലാറ്റ്ഫോം, മൂന്നാമത്തത് ടോട്ടൽ മെമ്മറി. ഓക്കെ, ഇനി ഇത് റൺ ചെയ്താൽ എന്തായിരിക്കും ഇതിൻ്റെ ഔട്ട്പുട്ട് ഞാൻ കാണിച്ചു തരാം. ഇപ്പം നമ്മുടെ OSൻ്റെ ടൈപ്പ് കിട്ടി വിൻഡോസ് എന്നുള്ളതാണ്. പിന്നെ പ്ലാറ്റ്ഫോം കിട്ടി Win32 ആണ്. ടോട്ടൽ മെമ്മറി കിട്ടി, ഇത്രയും മെമ്മറി എൻ്റെ സിസ്റ്റത്തിൽ അവൈലബിൾ ആണ്. അപ്പം നമ്മൾ ഇത് ബാക്കിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ OS.type ഹാർഡ് കോഡ് ചെയ്യും. ഈക്വൽ ടു ഇന്നേ സംഭവം ആണെങ്കിൽ കുറച്ച് ലോജിക് ചെയ്യുക, വിൻഡോസിനുള്ള സംഭവം കൊടുക്കുക. OS.type മാക് ആണെങ്കിൽ ഈക്വൽ ടു ഇങ്ങനെ ഈക്വൽ ടു ഇതൊരിക്കലും മാറൂല. ഈ ഒരു ടൈപ്പ് ഒന്നും ഓൾറെഡി ഡിഫൈൻഡ് ആണ് സംഭവങ്ങളൊക്കെ. ആണോ? OS.type വിൻഡോസ് ഈക്വൽ ടു ആണെങ്കിൽ ഇതൊരു ബൂളിയൻ റിട്ടേൺ ചെയ്യും. ലൈക്ക് ആണെങ്കിൽ ട്രൂ റിട്ടേൺ ചെയ്യും. ട്രൂ ആണോ? ആണ്, ട്രൂ ആണ്. മനസ്സിലായോ? കൺഫ്യൂഷൻ ആവണ്ട. ഞാൻ ജസ്റ്റ് ഒന്ന് API സൈഡിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് കാണിച്ചു തന്നത് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഒരു ഹാർഡ് കോഡ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ വിൻഡോസിന് വേണ്ടിയിട്ടുള്ള ഏതും ഉബുണ്ടുവിന് വേണ്ടിയിട്ടുള്ള ഏതും ഒക്കെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കേസ് പറഞ്ഞതാണ്. OS മൊഡ്യൂളിൻ്റെ യൂസേജിൻ്റെ കാര്യങ്ങൾ മാത്രം പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. ഇതുപോലെ തന്നെ 2-3 വേറെയും ഫങ്ഷൻസ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക. ഓക്കെ, ഇല്ല ഞാൻ സ്റ്റഡി മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇത്രയുള്ള നമ്മുടെ OS മൊഡ്യൂൾസ്. ഇനി അടുത്തത് മനസ്സിലായില്ല, ഒന്നും കൂടി ഒന്ന് റീവാച്ച് ചെയ്ത് നോക്കുക. ചിലപ്പോൾ കിട്ടും, മനസ്സിലാവും, എന്തായാലും മനസ്സിലാവും, ചെയ്യണമെന്നില്ല. സിമ്പിളാണ്. ഹാർഡ് കോഡ് ചെയ്ത് ബാക്ക് എൻഡിൽ സെറ്റ് ആക്കിയിട്ട് വിൻഡോസ് ആണെങ്കിൽ വിൻഡോസിനേക്കുള്ള ലോജിക് കൊടുക്കും, മാക് ആണെങ്കിൽ മാക്കിലേക്കുള്ള ലോജിക് കൊടുക്കും. ഓക്കെ, മെമ്മറി ലൈക്ക് വരുന്നതിന് എത്ര മെമ്മറി വെച്ചിട്ട് ഹാൻഡിൽ ചെയ്യണമെങ്കിൽ അതും നോക്കിയിട്ട് സെറ്റാക്കി കൊടുക്കും. ടോട്ടൽ മെമ്മറി എടുത്തിട്ട് സിമ്പിൾ. ഓക്കെ, അടുത്ത പറയാൻ പോകുന്നതാണ് നമ്മുടെ പാത്ത് മൊഡ്യൂൾ. ഈ പാത്ത് മൊഡ്യൂൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഫ്രണ്ട് എൻഡിൽ നിങ്ങളൊരു എക്സാമ്പിൾ ഒരു CV അപ്ലോഡ് ചെയ്യും. നിങ്ങൾ ജോബ് പോർട്ടലിലേക്ക് ഒരുപാട് CV അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്യുന്ന CV PDF ഫോർമാറ്റിലായിരിക്കും. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ആ PDF ഫോർമാറ്റ് ലൈക്ക് techfresh.pdf എന്നുള്ള ഒരു ഫോർമാറ്റിലാണെങ്കിൽ, ആ ഒരു പേജിലാണെങ്കിൽ നമ്മുടെ ഡാറ്റാബേസിൽ സേവ് ചെയ്യുമ്പോൾ നമുക്ക് ഫുള്ളായിട്ടുള്ള പാത്ത് അടക്കം വേണം. ലൈക്ക് അതിൻ്റെ ഡയറക്ടറി നെയിം അടക്കം ലൈക്ക് home/desktop/ അങ്ങനെ ആക്കിയിട്ട് ലാസ്റ്റ് /techfresh.pdf എന്നുള്ള ഫുൾ പാത്ത് വേണം. അങ്ങനെ ഒരു ജോയിൻ ചെയ്യാനും അതിൻ്റെ കുറച്ച് ഓപ്പറേഷൻസ് ചെയ്യാനും വേണ്ടിയിട്ട് യൂസ് ചെയ്യാനാണ് ഈ പാത്ത് മൊഡ്യൂൾ. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അതിനെ ഇമ്പോർട്ട് ചെയ്യാം. കോൺസ്റ്റ് പാത്ത് ഈക്വൽ ടു റിക്വയർ ഇത് എടുക്കണമെങ്കിൽ പാത്ത്, സിമ്പിൾ. ഇനി നമ്മൾ ലോഗ് ചെയ്യാം. ജസ്റ്റ് ലോഗ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഒരു ഫയൽ നെയിം കൊടുക്കാം. ജസ്റ്റ് ഒരു ഏതെങ്കിലും ഒരു ഫയൽ നെയിം, ജസ്റ്റ് കോൺസ്റ്റന്റ് ഫയൽ നെയിം ഈക്വൽ ടു ടെക്സ്റ്റ് അല്ല, അത് വേണ്ട, sample.txt ഫയൽ. ജസ്റ്റ് പേര് കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ, സ്ട്രിങ് വേരിയബിളിൽ ഫയൽ നെയിമിൽ. ഓക്കെ, ഇത് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുന്നു. ഓൾറെഡി ഉള്ള പാത്ത് ഡോട്ട് ജോയിൻ എന്നുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഇൻബിൽറ്റ് ആയിട്ടുള്ള സംഭവമാണ് ഈ ഒരു പാത്ത് മൊഡ്യൂളുള്ളത്. എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കറൻ്റ്ലി ഉള്ള ഡയറക്ടറി ഏതാണ്, ഡയറക്ടറി നെയിം എന്ന് വെച്ചിട്ട് കിട്ടും, കോമ ആ ഒരു ഫയൽ നെയിം. ഫ്രണ്ട് എൻഡിൽ നിന്ന് പാസ് ചെയ്യുന്ന വാല്യൂ ആയിരിക്കും ഫയൽ നെയിം. ഓക്കെ, ഐ മീൻ ഫ്രണ്ട് എൻഡിൽ നിന്ന് പാസ് ചെയ്തിട്ട് API നിന്ന് ഫെച്ച് ചെയ്തെടുക്കുന്ന ഫയൽ നെയിം. ഇതിപ്പോൾ നമ്മൾ ഹാർഡ് കോഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, മനസ്സിലാക്കി വെച്ചോ. ഇത് ഫ്രണ്ട് എൻഡിൽ നിന്ന് കിട്ടുന്നതാണ്, നമ്മൾ ഹാർഡ് ഇതായി കൊടുക്കുന്നതല്ല. സാമ്പിൾ ടെക്സ്റ്റ് എന്നുള്ള ഒരു വാല്യൂ നമുക്ക് APIയിലൂടെ കിട്ടും, ബാക്കിലേക്ക് കിട്ടും. ഓക്കെ, ജസ്റ്റ് ജോയിൻ കൊടുക്കുക, സിമ്പിൾ. പാത്ത് ഡോട്ട് ജോയിൻ കൊടുക്കുക. ജസ്റ്റ് ഒന്ന് അത് കൺസോൾ ചെയ്ത് നോക്കാം. ഓക്കെ, ലോഗ് ഫുൾ പാത്ത് റൺ ചെയ്ത് നോക്കിയല്ലോ, കിട്ടിയില്ലേ? അതായത് കറണ്ട് ഡയറക്ടറി ഇത്ര വരെയുള്ളത്, നോഡ് 3
പിന്നെ നമ്മൾ ആഡ് ചെയ്ത പുതിയൊരു ഫയൽ നെയിം ഫുൾ പാത്ത് കിട്ടി ജോയിൻ യൂസ് ചെയ്തിട്ട്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നതാണ് നമ്മൾ ഡയറക്റ്റ് path.dr_name എന്നുള്ള ഒരു ഫങ്ഷനാലിറ്റിയാണ്. അതിന് വേണ്ടി ഇവിടെ ജോയിന് പകരം dr_name എന്ന് കൊടുക്കുക. ഓക്കെ, നമ്മൾക്ക് നമുക്ക് കിട്ടുന്ന ഒരു പാത്തിൻ്റെ അതിൻ്റെ ഡയറക്ടറി മാത്രം ഫെച്ച് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു path.dr_name എന്നുള്ള ഈ ഒരു ഫംഗ്ഷൻ. ഓക്കെ, അതിനു വേണ്ടി നമ്മൾ ജസ്റ്റ് ലോഗിന് ഓൺലി ഡയറക്ടറി പാത്ത് അത് മാത്രമേ പ്രിന്റ് ചെയ്ത് കാണിക്കൂ. ജസ്റ്റ് നമുക്ക് അതിന് വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒരു ഫോർ എക്സാമ്പിൾ ആയിട്ട് ഹോം യൂസർ സ്ലാഷ് നമ്മളെ ഫയലിൻ്റെ പേര് എന്താണ് sample.txt ഇതിൽ കിട്ടുന്ന ഉത്തരം മീൻസ് ലോഗ് ചെയ്താൽ കിട്ടുന്ന പ്രിന്റ് ചെയ്യുന്ന റെസ്പോൺസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു sample.txt ഒഴിച്ചിട്ടുള്ള ബാക്കിയുള്ള ഡയറക്ടറിനെ ഏത് ഡയറക്ടറിയിലാണ് ഉള്ളതെന്ന് പ്രിന്റ് ചെയ്ത് കാണിക്കും. റൺ ചെയ്ത് നോക്കാം. home/user only directory path. ഓക്കെ, ഇതാണ് dir_name എന്നുള്ള ഈ ഒരു ഫങ്ഷനാലിറ്റി വെച്ചിട്ടുള്ള യൂസേജ്. ഓക്കെ, അടുത്തത് exact ഫയൽ നെയിം ext name ആണ്. ext name. ഇതെന്ന് വെച്ചാൽ ext എന്ന് വെച്ചാൽ exact അല്ല, എക്സ്റ്റൻഷൻ നെയിം ആണ്. ഓക്കെ, ഈ തന്ന ഈ ഒരു ഫയൽ പാത്തിൽ എക്സ്റ്റൻഷൻ ഏതാണെന്ന് അറിഞ്ഞിട്ട് അത് പ്രിന്റ് ചെയ്ത് കാണിക്കും. ഓൺലി എക്സ്റ്റൻഷൻ കാണിക്കും. ഓക്കെ, .txt ആണ് ഇപ്പോൾ എക്സ്റ്റൻഷൻ കാണിക്കുന്നത്. ടെക്സ്റ്റ് ഇടാൻ വേണ്ടി JS ആക്കിയിട്ടുണ്ടെങ്കിലും അവിടെ കാണിക്കുന്നത് എന്തായിരിക്കും, JS ആയിരിക്കും. സിമ്പിൾ. ഇത്രയും ഈ ഒരു 3 എണ്ണമാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇതിലും ബാക്കി 2-3 വേറെ ഉണ്ട്. ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്തിട്ട് പഠിക്കുക. സിമ്പിൾ. ഇനി നമുക്ക് എങ്ങനെ സെർവർ ക്രിയേറ്റ് ചെയ്യാം, സെർവറിൻ്റെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മളിനി ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു HTTP സെർവറാണ്. കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയുള്ള ഒരു സെക്ഷനിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. എങ്ങനെ സെർവർ ക്രിയേറ്റ് ചെയ്യാം, എന്തിനാണ് നമ്മൾ സെർവർ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നൊക്കെയാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ സിൻടാക്സ് കാര്യങ്ങളൊക്കെ സെറ്റാക്കി തരും. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്തിനാണ് ഈ സെർവർ ക്രിയേറ്റ് ചെയ്യുന്നത്, ഓക്കെ, എന്താണ് ഈ പോർട്ട്, എന്താണ് ഈ ലോക്കൽ ഹോസ്റ്റ്, ഇതൊക്കെ ടേം എന്താണെന്ന് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അതിന് ശേഷം നമുക്ക് ഓരോന്നായിട്ട് ക്രിയേറ്റ് ചെയ്ത് വരാം. നമുക്കൊരു എക്സാമ്പിൾ, നമ്മളൊരു ഷോപ്പിംഗ് മാൾ എടുത്താൽ ഷോപ്പിംഗ് മാളിൽ ഒരുപാട് ഷോപ്സ് ഉണ്ട്. ലൈക്ക് മൊബൈൽ ഷോപ്പ് ഉണ്ട്, ഡ്രസ് ഷോപ്പ് ഉണ്ട്, വെജിറ്റബിൾ ഷോപ്സ് ഉണ്ട്. നമുക്ക് ആവശ്യം ഒരു മൊബൈൽ ആണെങ്കിൽ നമ്മൾ ഇവിടെ പോകും, മൊബൈൽ ഷോപ്പിൽ പോകും. ലൈക്ക് നമുക്ക് ആവശ്യം ഡ്രസ്സ് ആണെങ്കിൽ നമ്മൾ ഡ്രസ് ഷോപ്പിൽ പോകും. അതേപോലെ നമുക്ക് നമ്മുടെ ഒരു വെബ്സൈറ്റ് റൺ ചെയ്യണമെങ്കിൽ അത് സെർവറിലേക്ക് പോകും. സെർവർ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ മാളിലെത്തിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, മാളിലെത്തിയിട്ട് നമുക്ക് മൊബൈൽ ഷോപ്പിലേക്ക് പോകണമെങ്കിൽ മൊബൈൽ ഷോപ്പിലേക്കാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ നമ്മൾ നേരെ മൊബൈൽ ഷോപ്പിലേക്ക് പോകും. അതേപോലെ തന്നെ ഈ സെർവറിന് ഒരൊറ്റ പോർട്ട് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. പോർട്ട് ഒരു നമ്പറാണ്, ആ നമ്പറിലേക്ക് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടാവും. മീൻസ് നമ്മളൊരു വെബ്സൈറ്റ് കോൾ ചെയ്യുമ്പോൾ നേരെ സെർവറിലേക്ക് എത്തും. സെർവറിൽ നമ്മുടെ ഈ ഒരു വെബ്സൈറ്റിന് വേണ്ടിയിട്ടുള്ള നോഡിൻ്റെ കോഡ് ഉണ്ടാവും, അതിൽ ഒരു പോർട്ട് ഉണ്ടാവും, ആ പോർട്ടിലേക്ക് പോകും, അത് റണ്ണാവും, ആ സെർവർ റണ്ണാവും. സെറ്റ്. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെ നമ്മുടെ ഒരു സെർവർ ബിൽഡ് ചെയ്യാൻ നോക്കാം. അതിന് യൂസ് ചെയ്യുന്നതാണ് HTTP മൊഡ്യൂൾ. നമുക്ക് ആദ്യം അത് ഇമ്പോർട്ട് ചെയ്യാം. കോൺസ്റ്റ് HTTP = require HTTP. ഓക്കെ, സോ നമ്മൾ നമ്മുടെ സെർവർ ക്രിയേറ്റ് ചെയ്യേണ്ട മൊഡ്യൂൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് സെർവർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അതിന് വേണ്ടി നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം. കോൺസ്റ്റ് സെർവർ എന്നുള്ള ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അതിനകത്ത് നമ്മൾ ഈ ക്രിയേറ്റ് ചെയ്യുന്ന HTTP മൊഡ്യൂൾ വെച്ച് ക്രിയേറ്റ് ചെയ്യുന്ന കോഡ് ഇതിൽ എഴുതാൻ പോവുകയാണ്. HTTP സെർവർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് സെർവർ എന്നുള്ള ബൈ ഡിഫോൾട്ട് മെത്തേഡ് ഉണ്ട്. ഒരു പാരന്തസിസ് ഇടുക, പിന്നെ ഒരു ആരോ ഫംഗ്ഷൻ. ഓക്കെ, സിമ്പിൾ. സോ നമ്മൾ സെർവർ ക്രിയേറ്റ് ചെയ്യേണ്ട കോഡ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനി ഇതിനകത്താണ് കുറച്ച് കാര്യങ്ങൾ എഴുതാനുള്ളത്.
അതെന്തൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം. ഇതിനകത്ത് നമ്മുടെ ഉള്ളിൽ ഒരു ആരോ ഫംഗ്ഷൻ ഉണ്ട്. ഈ പാരന്തസിസിൻ്റെ ഉള്ളിൽ നമ്മൾ 2 ആർഗ്യുമെന്റ്സ് പാസ് ചെയ്യണം. ഒന്ന് റിക്വസ്റ്റും പിന്നെ റെസ്പോൺസും. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഈ റിക്വസ്റ്റ് എന്നുള്ളത് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അത് APIs ഒക്കെ ബിൽഡ് ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. ഈ റെസ്പോൺസ് എന്നുള്ളത് നമുക്ക് ഈ ഒരു സെർവർ കോൾ ചെയ്യുമ്പോൾ എന്താണ് റെസ്പോൺസ് കൊടുക്കേണ്ടത് എന്നുള്ള ഒരു സംഭവമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ഫസ്റ്റ് ഓഫ് ഓൾ റെസ്പോൺസ് ഡോട്ട് റൈറ്റ് ഹെഡ് എന്നുള്ള മെത്തേഡ് ഉണ്ട്. ഇത് വെച്ചിട്ട് നമ്മൾ അയക്കുന്ന കണ്ടന്റ് എങ്ങനെയുള്ള കണ്ടന്റ് ആണെന്നുള്ള കാര്യം കൊടുക്കുകയാണ് ചെയ്യുന്നത്. 200 എന്ന് വെച്ചാൽ സക്സസിനും സംഭവമാണ്, ഒരു സ്റ്റാറ്റസ് ആണ് 200. ഈ റെസ്പോൺസിന്റെ സ്റ്റാറ്റസ് ഒരുപാടുണ്ട്, അതിൻ്റെ ഒരു ഡോക്യുമെന്റ് ഞാൻ തരുന്നതാണ്. ഓക്കെ, സോ 200 എന്നുള്ള സ്റ്റാറ്റസ് കൊടുത്ത് സക്സസ് ആകുമ്പോൾ നമ്മൾ പാസ് ചെയ്യുന്നത് എന്ത് കണ്ടന്റ് ആണെന്നുള്ളതാണ് അടുത്തത് കൊടുക്കേണ്ടത്. ഇത് കഴിഞ്ഞ ശേഷം കൊടുക്കേണ്ടത് അതിന് നമ്മൾ പാസ് ചെയ്യുന്നത് കണ്ടന്റ് ടൈപ്പ് എന്നുള്ള ഒരു കീവേഡിൽ പാസ് ചെയ്യണം. ലൈക്ക് ക്യാപിറ്റൽ C ആണ് കണ്ടന്റ് ടൈപ്പ്. ഓക്കെ, അത് ഇങ്ങനെ ടെക്സ്റ്റ് /plain. ഇവിടെ നിങ്ങൾക്ക് HTML കൊടുക്കാം. ഇത് ഫുള്ള് മാറ്റിയിട്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ /JSON കൊടുക്കാം, JSON ആയിട്ട് പാസ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഇമേജ് ആയിട്ട് പാസ് ചെയ്യാം. കണ്ടന്റ് ടൈപ്പ് നമ്മളിപ്പോൾ ഒരു പ്ലെയിൻ ടെക്സ്റ്റ് ആണ് നമ്മൾ റെസ്പോൺസ് ആയിട്ട് ഈ സെർവറിനെ വിളിക്കുമ്പോൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമ്മൾ 200 റെസ്പോൺസ് സ്റ്റാറ്റസ് സക്സസ് ആകുന്നതിൻ്റെ ഒരു കോഡാണ് 200 എന്നുള്ളത്. നമ്മൾ അയക്കുന്നത് എന്താണെന്നുള്ളതാണ് ഈ ഒരു ഒബ്ജക്റ്റിൽ കണ്ടന്റ് എന്ന് വെച്ചാൽ എന്താണ് കണ്ടന്റ് ടൈപ്പ്, അതിൻ്റെ ടൈപ്പ് എന്താണ്, ടെക്സ്റ്റ്/plain എന്നുള്ളത് കൊടുത്തിട്ടുള്ളത്. ഇത്രയും മനസ്സിലായിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മുടെ ഫ്രണ്ട് എൻഡിൽ കാണിക്കാനുള്ള റെസ്പോൺസ് കൊടുക്കേണ്ടത് റെസ്പോൺസ് ഡോട്ട് എൻഡ് എന്നുള്ള കീവേഡ് യൂസ് ചെയ്യാം. അതിൽ നമുക്ക് ദിസ് ഈസ് അവർ ഫസ്റ്റ് സെർവർ കോളിംഗ് എന്നുള്ള ഒരു മെസ്സേജ് കാണിക്കുന്നു. ഈ ഒരു സംഭവം എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഈ കൺസോളിൽ കാണിക്കുന്നു. കൺസോളിലല്ല കാണിക്കാം, ഇൻട്രസ്റ്റിംഗ് ഉള്ള സംഭവം വരുന്നുണ്ട്. ജസ്റ്റ് വെയിറ്റ്. ഓക്കെ, സെർവർ എന്നുള്ള നമ്മൾ വേരിയബിളിൽ ഒരു സെർവർ ക്രിയേറ്റ് ചെയ്ത് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു മാളിൽ പോകുമ്പോൾ നമുക്ക് മൊബൈൽ ഷോപ്പിലാണ് പോകേണ്ടത്. ഓക്കെ, കറക്റ്റ് ഒരു മാൾ എന്ന് വെച്ചാൽ കുറേ ഷോപ്സ് ഉണ്ടാവും. കറക്റ്റ് മൊബൈൽ ഷോപ്പിലാണ് പോകേണ്ടതെന്ന് അറിഞ്ഞിട്ട് നമ്മൾ നേരെ മൊബൈൽ ഷോപ്പിലേക്ക് പോകും. അതേപോലെ ഈ സെർവർ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു സ്പെസിഫിക് ആയിട്ട് പോർട്ട് നമ്പർ വേണം. ആ പോർട്ട് നമ്പറിൽ മാത്രം പോയിട്ട് ഈ സെർവർ റൺ ചെയ്യും. സോ അതിനുവേണ്ടി നമ്മൾ ജസ്റ്റ് കോൺസ്റ്റൻറ്റ് ഒരു പോർട്ട് ഡിഫൈൻ ചെയ്യുന്നു. പോർട്ട് = 3000. നോർമലി 3000 എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കൊടുക്കാം. ഒരു നമ്പർ 4 ഡിജിറ്റ് നമ്പർ കൊടുത്താൽ മതി. ഓക്കെ, ഇതാണ് നോർമലി എല്ലാവരും കൊടുക്കുന്ന പ്രൊഫഷണൽ വേ. ഓക്കെ, ഇനി അടുത്തത് ഈ സെർവർ റൺ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് സെർവർ ഡോട്ട് ലിസൺ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇത് റൺ ആവും. അതിൻ്റെ ഉള്ളിൽ നമ്മൾ പാസ് ചെയ്യേണ്ടത് കുറച്ച് കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ പോർട്ട്, നമ്മൾ ഡിഫൈൻ ചെയ്ത പോർട്ട് ഫസ്റ്റ് പാസ് ചെയ്യണം. അതിനുശേഷം ഇട്ട ശേഷം നമുക്ക് എന്തെങ്കിലും കൺസോൾ നമ്മുടെ ഇവിടെ ഇപ്പോൾ നോഡ് ഈ ഒരു ഫയൽ വിളിച്ചിട്ട് റൺ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഇഷ്യോ കാര്യങ്ങളോ എന്തെങ്കിലും കൺസോൾ റൺ ചെയ്യണമെങ്കിൽ ഒരു ആരോ ഫംഗ്ഷൻ ഇടണം. എന്നിട്ട് നോർമലി എന്താണ് നമ്മൾ ചെയ്യാറ്, കൺസോൾ അടിക്കുക, ലോഗ് അടിക്കുക, സെർവർ ഈസ് റണ്ണിങ്, ജസ്റ്റ് കൺട്രോൾ അടിച്ച് സേവ് അടിക്കുക. ഓക്കെ, സർവീസ് റണ്ണിങ് എന്നുള്ള ഈ ഒരു കോഡ് വന്നു. ഇനി എന്താണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ടത് ഈ ഒരു സംഭവം, ഈ ഒരു റെസ്പോൺസ് നമുക്ക് കാണണം. ഓക്കെ, നമ്മളിപ്പോൾ സെർവർ ക്രിയേറ്റ് ചെയ്ത് ഇനി ക്രിയേറ്റ് ചെയ്തത് ഈ ഒരു റെസ്പോൺസ് നമ്മളിങ്ങനെ കാണാം. അതിന് നമ്മൾ ഈ ലോക്കൽ ചെയ്ത കോഡ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ലോക്കൽ ഹോസ്റ്റ് എന്നുള്ള സംഭവം യൂസ് ചെയ്യുന്നത്. നമ്മൾ ഏതെങ്കിലും ബ്രൗസർ എടുക്കുക. ഓക്കെ, ഇവിടെ ലോക്കൽ ഹോസ്റ്റ് ഒന്നില്ലെങ്കിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്യാം. ഓക്കെ, ശരിക്കും ഇതിൻ്റെ ഫോർമാറ്റ് കാണിച്ചു തരാം. http://localhost:3000/ നിങ്ങൾ ഇവിടെ കൊടുത്ത ഈ ഒരു പോർട്ട് നമ്പറിൽ മാത്രമേ ഇവിടെ കൊടുക്കാൻ പാടുള്ളൂ. എന്നാൽ മാത്രമേ വിളിച്ചാൽ കിട്ടൂ. ലൈക്ക് ഇതേപോലെ കൊടുത്തിട്ട് ഇവിടെ കൊടുത്താൽ കിട്ടും. ഓക്കെ, മാറ്റി കൊടുത്താൽ കിട്ടില്ല. ജസ്റ്റ് എൻ്റർ അമർത്തിയിട്ടുണ്ടെങ്കിൽ ദിസ് ഈസ് അവർ ഫസ്റ്റ് സെർവർ കോളിംഗ്. സക്സസ്ഫുള്ളി നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു സെർവർ നമ്മുടെ ബ്രൗസറിൽ റണ്ണായി. അതിൻ്റെ റെസ്പോൺസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ,
കോളിംഗ് 2 എന്ന് എഴുതി സേവ് ചെയ്യുന്ന ജസ്റ്റ് കൺട്രോൾ ചെയ്യാൻ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് ഒന്നുകൂടി റൺ ചെയ്യണം സേവ് ചെയ്യണമെങ്കിൽ. ഓക്കെ, സെർവർ കോളിംഗ് 2 സിമ്പിള്, ഇത്രയേ ഉള്ളൂ. സിമ്പിൾ സംഭവം, ഒന്നുമില്ല, ഇൻട്രസ്റ്റിംഗ് ആയുള്ള സംഭവം. ഫസ്റ്റ് HTTP മൊഡ്യൂൾ നമ്മൾ ഇമ്പോർട്ട് ചെയ്ത്, പിന്നെ നമ്മൾ സെർവർ ക്രിയേറ്റ് ചെയ്ത്, അതിനുവേണ്ടി HTTP മൊഡ്യൂൾ യൂസ് ചെയ്ത് ക്രിയേറ്റ് സെർവർ എന്നുള്ള മെത്തേഡ് യൂസ് ചെയ്ത് അതിൽ റിക്വസ്റ്റും റെസ്പോൺസും കൊടുത്തു. റെസ്പോൺസ് എന്ന് വെച്ചാൽ നമുക്ക് ഈ സെർവർ വിളിക്കുമ്പോൾ കൊടുക്കേണ്ട റെസ്പോൺസ് അതെങ്ങനെയാണ്, എന്ത് ടൈപ്പിലാണ് കൊടുക്കേണ്ടതെന്ന് വെച്ച് നമ്മൾ ഡിഫൈൻ ചെയ്ത് റൈറ്റ് ഹെഡ് എസ് ആയി കൊടുത്തു, 200 സക്സസ് കൊടുത്തു. എന്താണ് ടൈപ്പ് കൊടുക്കേണ്ടത്, ടെക്സ്റ്റ് പ്ലെയിൻ ആണെന്ന് കൊടുത്തു. പിന്നെ ഇത് സെർവർ ക്രിയേറ്റ് കോൾ ചെയ്യുന്ന സമയത്ത് എന്ത് റെസ്പോൺസ് ആണ് അയക്കേണ്ടതെന്ന് നമ്മൾ ഇങ്ങനെ സ്ട്രിങ് ആയിട്ട് പാസ് ചെയ്തു. അത് ഇവിടെ HTML ആയിട്ടോ ഇമേജ് ആയിട്ടോ ഇമേജിൻ്റെ URL ആയിട്ടോ എന്തായിട്ടും പാസ് ചെയ്യാം. ഓക്കെ, പിന്നെ നമ്മൾ ഈ ഒരു സെർവറിനെ ലിസൺ ചെയ്യിച്ചു. ലിസൺ എന്ന് വെച്ചാൽ ഇത് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് പോർട്ടൽ റൺ ചെയ്യുന്നതെന്ന് ഡിഫൈൻ ചെയ്ത് കൊടുത്തു. ഇപ്പോൾ 3001 കൊടുക്കാം, സീനില്ല. പക്ഷേ ഇനി നോഡ് index.js അടിച്ചിട്ട് ഈ ഒരു 3001 റൺ ചെയ്യാനായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഇവിടെ 3001 കൊടുക്കുക. ജസ്റ്റ് ഇവിടെ കോളിംഗ് ഇൻ 3001 കൊടുക്കുക. കൺട്രോൾ C അടിച്ച് സ്റ്റോപ്പ് ചെയ്ത് എന്നോട് റൺ ചെയ്യാം. റിഫ്രഷ് അടിക്കുക. 3001 റിഫ്രഷ് അടിക്കുക. അതാ സെർവർ, ദിസ് ഈസ് അവർ ഫസ്റ്റ് സെർവർ കോളിംഗ് ഇൻ 3001. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഗൈസ്. ഇനി അപ്കമിങ് വീഡിയോസിൽ നമ്മൾ തേർഡ് പാർട്ടി മൊഡ്യൂൾസിനെ കുറിച്ച് പറയുന്നതാണ്, എക്സ്പ്രസ്.js കുറിച്ച് പറയുന്നതാണ്, മിഡിൽ വെയർ റൂട്ടിംഗ് ഇൻസ്റ്റാളേഷൻ കാര്യങ്ങളെല്ലാം പറഞ്ഞ് സെറ്റാക്കി തരുന്നതാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്.